ശാന്താസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. നമസ്കാരം, ഞാൻ പ്രൊഫസർ ഉമാദേവി. ഇന്ന് ഞാനിവിടെ കളർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുട്ടികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി ബേർഡ്സ് നെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ആവശ്യമുള്ള സാധനങ്ങൾ: കോഴിമുട്ട 2 എണ്ണം, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്, സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഗരം മസാല, ഉപ്പുപൊടി, മുളക് പൊടി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ റൊട്ടി പൊടിച്ചത്, റസ്ക് പൊടിച്ചത്. ഇത്രയും വിഭവങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. വറുക്കാൻ ആവശ്യമുള്ള എണ്ണ. ആദ്യമായി ഇതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങും സവാള ഉള്ളിയും പച്ചമുളകും ഒന്ന് മൂപ്പിച്ചെടുക്കുക. പാനടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കത്തിക്കാം. കുറച്ച് നേരെ ആവശ്യമുണ്ട്. ഉള്ളി മൂക്കാനുള്ള എണ്ണ മറക്കുക. കൊത്തി അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, മൂപ്പിക്കണം. ഒരു ശകലം ഉപ്പ് ഇതിനോടൊപ്പം ചേർക്കാം. ഉള്ളി വാടിത്തുടങ്ങുമ്പോൾ ഇഞ്ചി അരച്ച പേസ്റ്റ് ഒരു ശകലം അതിലോട്ടിടുക. ഇതിൽ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, ഇത് രണ്ടും കൂടി ഇട്ട് നല്ലോണം ഇളക്കുക. എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ മസാലയുടെ ശകലം പൗഡർ വേണമെങ്കിൽ ചേർക്കാം. ഇതിൽ പ്രത്യേകം മുളക് പൊടിയൊന്നും ഇടണ്ട. ഇതിൽ വേവിച്ച് ഉടച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ചേർക്കാം. ഇതിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ്റെ 2-3 പീസ് എടുത്ത് ഉപ്പിട്ട് വേവിച്ച് എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളായി എടുത്ത്, അതായത് മിക്സ് ചെയ്ത് അത് വേണമെങ്കിൽ ഇതിൽ കൂടെ ചേർക്കാം. ഫിഷ് ഇഷ്ടമുള്ളവർക്ക് നല്ല രസമുള്ള ഫിഷ് എടുത്ത് മുള്ളില്ലാതെ ഉപ്പിട്ട് പുഴുങ്ങി അത് ഇതിൽ ചേർക്കാം.
ഇങ്ങനെ പുഴുങ്ങിയ മീറ്റോ പുഴുങ്ങിയ മത്സ്യമോ ഇതിൽ കൂടെ ചേർത്താക്കും, അല്ലെങ്കിൽ ഓരോന്നും വേറെ വേറെ ആക്കി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. മെത്തേഡ് നന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോളാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നല്ലതുപോലെ തണുക്കണം. ഇതിൽ കൂടി കുറച്ച് റൊട്ടിപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് 3-4 കഷ്ണമായിട്ട് മുറിച്ചെടുത്ത് അതിനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ പുട്ടിൻ്റെ പൊടി പോലെ ഇങ്ങനെ വരും. ആ പൊടി നമുക്ക് ഇതിൽ ചേർക്കാം. അത് പ്രത്യേകം രുചി കൊടുക്കുന്ന ഒരു സാധനമാണ്. ഇതെല്ലാം കൂടി ഈ വേറൊരു ബൗളിലാക്കി മിക്സ് ചെയ്താൽ കുറേ കൂടെ സൗകര്യമായിരിക്കും. ഈ ബൗളിലോട്ട് അത് മാറ്റുകയാണ്. ഈ മിക്സ് കുറേശ്ശെ കയ്യിലെടുത്ത് കൈക്കകത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി, എന്തിനൊന്ന് മനസ്സിലായോ? ഈ മുട്ട ഒന്ന് പൊതിഞ്ഞെടുക്കാനാണ്. പുഴുങ്ങിയ മുട്ട ഇതിൽ വെച്ച് അധികം വെളുപ്പിക്കാതെ ചെറുതായിട്ട് ഒന്ന് അമർത്തിയ ആവാം. അങ്ങനെ ഇത് മുട്ട നല്ലതുപോലെ കവർ ചെയ്ത വിധത്തിൽ ഈ മിക്സ് വെച്ച് യോജിപ്പിക്കുക. റസ്ക് പൊടിച്ചത് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് ഇതിൽ നിന്ന് ഓരോ ബോളായിട്ടെടുത്ത് മുട്ട പൊട്ടിച്ച് നല്ലോണം തട്ടി വച്ചിരിക്കുന്നതാണ്. അതിൽ ഇതിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്യുക. അതായത് എല്ലാ ഭാഗത്തും മുട്ടയുടെ അംശം വരണം. അങ്ങനെ നല്ലതുപോലെ ഇത് വെച്ച് കവർ ചെയ്തിട്ട് ഈ റസ്കിൻ്റെ പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്യുക. ഇതും കൂടി അതുപോലെ മുട്ടയിൽ മുക്കി റസ്കിൻ്റെ പൊടിയിൽ ഇതുപോലെ കോട്ട് ചെയ്ത് എടുക്കുക. എല്ലാ ഭാഗത്തും റസ്കിൻ്റെ പൊടിയൊക്കെ നല്ലതുപോലെ വരണ്ട് വരണം. ഈ റസ്കിൻ്റെ പൊടി ഇടുന്നതെന്തിനും മനസ്സിലായോ? എണ്ണ അധികം കുടിക്കാതിരിക്കാനാണ്. നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ റസ്കിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്താൽ എണ്ണ അധികം പിടിക്കുകയില്ല. കണ്ടോ? നല്ലതുപോലെ കവർ ചെയ്ത് ഉണ്ടായാലും ഒരു ചെറിയ ബോൾ പോലെയായി. ഇത് വയ്ക്കുക. ഇതിനെ ഇനി എണ്ണയിൽ വറുത്തെടുക്കുക. അതുകൊണ്ട് നമുക്കിനി ഒരു ചീനിച്ചട്ടി, അതായത് ഇത് ഡീപ്പ് ഫ്രൈ ആണ്, അതുകൊണ്ട് കുഴിവുള്ള ഒരു ചട്ടി വെച്ച് വേണം ഇത് പൊരിക്കാൻ. അതിലേക്കായിട്ട് ഞാനൊരു
കുഴികൊണ്ട പാത്രം അടുപ്പിൽ വയ്ക്കാം. ഒഴിക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ആയതുകൊണ്ട് കുറച്ച് എണ്ണ മുങ്ങി നിൽക്കത്തക്ക വെള്ളം ഒഴിക്കണം. ഇത് ഓരോന്നായി പൊരിച്ചെടുക്കാം. ഇങ്ങനെ നീക്കി ഇട്ട് നിരക്കി പൊരിക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എല്ലാ വശവും ഒരേപോലെ ബ്രൗൺ നിറം ആകുമ്പോൾ എടുക്കാം. ഈ രീതിയിൽ ഇതെടുക്കാവുന്നതാണ്. എല്ലാ വശവും ഒരേപോലെ ബ്രൗൺ നിറമായി, അതുകൊണ്ട് ഇത് തന്നെ എടുക്കാം. ഇനി ബേർഡ്സ് നെസ്റ്റിൻ്റെ മാതിരി ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ വെർമസിലി നെയ്യിൽ പൊരിച്ചെടുത്തതാണ്. അത് വലുതും ചെറുതും 2 തരത്തിൽ അത് മുറിച്ചിട്ട് പൊരിച്ചെടുത്തു. 1 തണ്ട് കറിവേപ്പില അതും പൊരിച്ചെടുത്തു. പിന്നെ ഒരു ലേശം ടൊമാറ്റോ സോസ്, ഇത്രയും മതി ഡെക്കറേഷൻ. ഇനി നമ്മൾ പൊരിച്ചെടുത്ത ഓരോ ബോൾസും 2ആയിട്ട് കട്ട് ചെയ്തു അതിനെ ഡെക്കറേറ്റ് ചെയ്യാനായി അതിൻ്റെ സെൻറ്ററിൽ ഓരോ തുള്ളി ടൊമാറ്റോ സോസ് ഒഴിച്ച്, ഇപ്പോൾ കാണാൻ ഭംഗിയില്ലേ. പിന്നെ കിളിക്കൂടിൻ്റെ മാതിരി, ബേർഡ്സ് നെസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്, കിളിക്കൂടിൻ്റെ ഒരു അപ്പിയറൻസ് വരത്തൊക്കെ വേണം. വെർമസിലി വലുതും ചെറുതുമായിട്ട് മുറിച്ച് ഇതിൽ അവിടെ ആയിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ പെട്ടെന്ന് കണ്ടാൽ ബേർഡ്സ് നെസ്റ്റ് എന്ന് തോന്നും. ബേർഡ്സ് കൊച്ചു ചില്ലകളൊക്കെ കൊത്തിക്കൊണ്ടുവന്ന് മുട്ടയിട്ട് വച്ചിരിക്കുന്ന ആ നെസ്റ്റിൽ ഇടുന്ന പതിവുണ്ട്. അതുപോലെ അവർക്ക് കിട്ടുന്ന പച്ചിലകളും ഉണങ്ങിയ ഇലകളും എല്ലാം കൊണ്ടുവന്ന് ഈ നെസ്റ്റിൽ, ബേർഡ്സിൻ്റെ നെസ്റ്റിൽ മുട്ടയെ സംരക്ഷിക്കാനായിട്ട് ഇങ്ങനെ വയ്ക്കുന്ന ഒരു പതിവുണ്ട്. അപ്പം നമുക്ക് ആകപ്പാടെ പോയി നോക്കിയാൽ ഇങ്ങനെ ഒരു അപ്പിയറൻസ് കാണും. ഇതാണ് ബേർഡ്സ് നെസ്റ്റ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അവരെ ആകർഷിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. സാധാരണ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത വിഭവങ്ങൾ കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. അവർ നല്ലവണ്ണം കഴിക്കും. ഇത് വിഭവസമൃദ്ധമായ ഒരു ആഹാരമാണ്. ഇതിനകത്ത് പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും എല്ലാം ഉണ്ട്. ഇത് സ്വാദിഷ്ടമായ ഒരു ആഹാരമാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ബേർഡ്സ് നെസ്റ്റിൻ്റെ ഒരു സൈഡ് ഡിഷാണിത്. ഇത് കുക്കുംബർ, ടൊമാറ്റോ, ക്യാരറ്റ്, ഓണിയൻസ്, അതിൻ്റെ ഒരു മിക്സ്ചർ, ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്.